മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര പരീക്ഷണം എന്തായാലും CPM നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് എത്ര മണ്ഡലങ്ങളിൽ എന്നുള്ളത് മാത്രമാണ് ഇനി ചർച്ചാ വിഷയം. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, പൊന്നാനിയിൽ ശരിയാണ്, അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണം ഉണ്ടാവുകയില്ല. പിന്നെ പെരിന്തൽമണ്ണ, ഒരു പക്ഷേ മങ്കട. ഇതിനപ്പുറം മറ്റു മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെ തന്നെ പരീക്ഷിക്കുവാനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും CPM തീരുമാനിക്കുക. ചില എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ഏതെല്ലാം പേരുകൾ പരിഗണിച്ച് വരുന്നുണ്ട്, ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്? മഞ്ജുഷ, മലപ്പുറം ജില്ല നമുക്കറിയാം എല്ലാ കാലവും സ്വതന്ത്ര പരീക്ഷണം കൊണ്ട് ഇടതുപക്ഷം ജയിച്ചു കയറാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിൽ തന്നെ മഞ്ജുഷ നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനി ഒഴികെ മറ്റ് എവിടെയെല്ലാം സ്വതന്ത്ര അല്ലാതെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്ക് ഓരോ മണ്ഡലത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നിലമ്പൂരിൽ നടത്തിയ പരീക്ഷണം അത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആവേശം ഉണ്ടാക്കിയിരുന്നു. പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി അംഗങ്ങൾക്കും ഒക്കെ പാർട്ടി ചിഹ്നത്തിൽ കുഞ്ഞാലിക്ക് ശേഷം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. വിജയത്തിലേക്ക് എടുത്തെത്തുന്ന കുഞ്ഞാലിക്ക് ശേഷമല്ല, P. ശ്രീരാമകൃഷ്ണന് ശേഷം ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചു കയറാവുന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് ഈ ലീഗ് വിരുദ്ധ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ ഒരിക്കലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ കഴിയുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ചു കയറാൻ എവിടെയും കഴിയില്ല. പൊന്നാനിയിൽ മാത്രമാണ് അതിന് അല്പമെങ്കിലും സാധ്യതയുള്ളത്. പിന്നീട് ഏറ്റവും ശക്തി പറയുന്ന പെരിന്തൽമണ്ണ പോലും 7000 വോട്ടുകളുടെ വ്യത്യാസമൊക്കെയാണ് LDF-നും UDF-നും തമ്മിൽ LDF തന്നെ കണക്കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മറികടക്കുവാൻ സ്വതന്ത്രമാരെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. ഇപ്പോൾ തന്നെ മഞ്ജുഷ് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വതന്ത്രയുടെ പേരുകൾ പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ കൃത്യമായിട്ട് ഒരു ധാരണയിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ മത്സരിച്ചവരിൽ V. അബ്ദുറഹ്മാൻ, അതുപോലെ KT ജലീൽ തുടങ്ങിയ പേരുകൾ ഇതിനോടകം തന്നെ ചർച്ചയിലുണ്ട്. അതുപോലെ തന്നെ തവനൂരിലേക്ക് KT ജലീലിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഒരു ചെറിയ ചർച്ചയ്ക്ക് ഇട നൽകുന്നത് അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ പാർട്ടി നിർബന്ധിച്ചാൽ അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. തവനൂർ നഷ്ടപ്പെടാതിരിക്കാൻ ജലീലല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ ഒരുപക്ഷെ സാധിക്കുമോ എന്നും പറയാനാകില്ല. അവിടെയും ജലീലിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചു കയറിയതാണ് കഴിഞ്ഞ തവണത്തെ ആ പോരാട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ജലീലിനെ മാറ്റി നിർത്തി അവിടെ മറ്റൊരാളെ പരീക്ഷിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷേ ജലീൽ അല്ലെങ്കിൽ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയയാത്ര എളുപ്പമാവില്ല. താനൂരിൽ നിന്ന് മാറണമെന്ന് V. അബ്ദുറഹ്മാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പാർട്ടി എത്രമാത്രം അതിനനുവദിക്കുമെന്നുള്ളതാണ് ചോദ്യം. താനൂരിൽ നിന്ന് തിരൂരിൽ കാലങ്ങളായിട്ട് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഗഫൂർ പി. ലീസാണ് കഴിഞ്ഞ മത്സരിച്ചിരുന്നത്. അവിടേക്ക് അബ്ദുറഹ്മാൻ വന്നു കഴിഞ്ഞാൽ താനൂർ ആര് മത്സരിക്കുന്ന ചോദ്യം ഉയരുന്നുണ്ട്. തിരൂർ എന്നത് V. അബ്ദുറഹ്മാൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ്, ജന്മനാട് കൂടിയാണ്. അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അവിടെ അദ്ദേഹം പാർട്ടി ചിഹ്നത്തിലാകുമോ മത്സരിക്കുക, സ്വതന്ത്ര ചിഹ്നത്തിലാകുമോ എന്ന ചോദ്യം അവിടെ ഉയരും. രണ്ടാമതായിട്ട് വരുന്നത് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ നമുക്കറിയാം കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒട്ടേറെ പഞ്ചായത്തുകളുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ വോട്ടുകളുടെ വ്യത്യാസം അത് നേരിയ വ്യത്യാസത്തിന് UDF എപ്പോഴും വിജയിച്ചു കയറുന്നൊരു സാഹചര്യം. അവിടെ സ്വതന്ത്ര പരീക്ഷണം നടത്തിയില്ലെങ്കിൽ വിജയിക്കാനാകില്ല എന്ന് വീണ്ടും പാർട്ടിയിൽ ഒരു വിഭാഗം തന്നെ ആവർത്തിക്കുന്നു. പക്ഷേ V. ശശികുമാറിനെ പോലെ ജനകീയനായ നേതാക്കളെ വീണ്ടും പരീക്ഷിക്കാനുള്ള ഒരു താല്പര്യം പ്രാദേശികമായിട്ട് അവിടെ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. മങ്കടയിലേക്ക് വരികയാണെങ്കിൽ മങ്കടയിലും നേരിയ വ്യത്യാസത്തിനാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഭൂരിപക്ഷമുള്ളത്. അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ അല്ല, പാർട്ടി ചിഹ്നത്തിലാണ് കഴിഞ്ഞ തവണയും മത്സരിച്ചിട്ടുള്ളത്. PK റഷീദ് അലിക്ക് വീണ്ടും ഒരവസരം. പ്രത്യേകിച്ച് ഈ പെരിന്തൽമണ്ണയും മങ്കടയും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ അങ്ങാടിപ്പുറം മേൽപ്പാലം പോലെയുള്ള വലിയ വിവാദമായിട്ടുള്ള ജനങ്ങളേറെ വലയുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ ശശികുമാറും റഷീദ് അലിയും വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായിട്ട് ആ വിഷയം ചർച്ചയാക്കുന്നുണ്ട്, പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അതിൽ മാനത്തമംഗലം ബൈപ്പാസ് എന്ന ആ നാട് ആവശ്യപ്പെടുന്ന മറ്റൊരാവശ്യത്തിന് മേൽ വലിയ തോതിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ പെരിന്തൽമണ്ണയും മങ്കടയും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം ജയസാധ്യത ഉണ്ട്, മറ്റു മണ്ഡലങ്ങളെക്കാൾ ജയിച്ച് കയറാൻ കഴിയും എന്ന് ചരിത്രം കൊണ്ട് തെളിയിച്ച മണ്ഡലങ്ങളാണ് പെരിന്തൽമണ്ണയും മങ്കടയും ഒക്കെ. അതുകൊണ്ടാണ് പാർട്ടി അവിടേക്ക് അത്തരത്തിലുള്ള ചർച്ചകൾ ആ മേഖല സജീവമായി നിൽക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് വരുന്ന നിലമ്പൂരിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. നിലമ്പൂരിൽ സ്വരാജിലൂടെ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതിൻ്റെ ഒരു സാഹചര്യം അത് കൃത്യമായിട്ട് പാർട്ടിക്ക് വിലയിരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് എത്തിയത് തന്നെ ഒരു പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ടാകാമെന്നുവരെ പാർട്ടിയുടെ ഒരു ഭാഗം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും സ്വതന്ത്രതയ്ക്കുള്ള ചർച്ച തുടങ്ങുകയാണെങ്കിൽ നേരത്തെ പരിഗണിച്ച പേരുകൾ വീണ്ടും ആ ഘട്ടത്തിൽ ചർച്ചയിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിനൊപ്പം തന്നെ പാർട്ടി മത്സരിച്ചിരിക്കുന്ന മലപ്പുറത്തൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കാനാകില്ല എന്ന് പറയാനാകില്ല. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയയാത്ര എളുപ്പമാവില്ല.
പണ്ടൊക്കെ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റായിരുന്നു മലപ്പുറം. അത് വീണ്ടും അത്തരത്തിലൊരു കൈമാറ്റത്തിന് തയ്യാറാകുമെന്ന ചോദ്യം വരുന്നുണ്ട്. അനുമോദ്, പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്രരെ തന്നെയായിരിക്കും പരീക്ഷിക്കുക കൂടുതൽ മണ്ഡലങ്ങളിലും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആരാണ് എന്ന ചോദ്യം പ്രസക്തവുമാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ, അസംതൃപ്തരെ, ഇവരെ കൂടെ കൂട്ടി മത്സരിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിനായിരിക്കുമല്ലോ മുൻഗണന നൽകുക. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട്, എത്രത്തോളം ചർച്ചകളിൽ വരുന്നുണ്ട്? തീർച്ചയായും നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് പെരിന്തൽമണ്ണയാണ് ആ പരീക്ഷണം കണ്ടത്. മലപ്പുറം നഗരസഭയുടെ ചെയർമാനായിരുന്ന ലീഗ് നേതാവായ മുഹമ്മദ് മുസ്തഫയെ പെരിന്തൽമണ്ണയിൽ മത്സരിപ്പിച്ചപ്പോൾ 38 വോട്ടിനാണ് അവിടെ ആ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ജയം നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിലെ അല്ലെങ്കിൽ UDF-ലെ വലിയ ഒരു വിഭാഗം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന LDF-ന്റെ വോട്ടുകൾ നഷ്ടമാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന അത്തരത്തിലൊരു വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി അബ്ദുറഹ്മാൻ ആവട്ടെ, KT ജലീലാവട്ടെ, ഇപ്പോൾ UDF-ലും LDF-ലും അല്ലാതെ നിൽക്കുന്ന അൻവർ ആകട്ടെ, ഇവരൊക്കെ തന്നെ UDF-ന്റെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗമായിരുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള അസംതൃപ്തരെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ച മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള സാന്നിധ്യം കൊണ്ട്, അത്തരത്തിലുള്ള സ്വതന്ത്ര UDF-ന്റെ പിന്തുണ കൂടി ലഭിക്കുന്ന, വ്യക്തിപരമായ കഴിവുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ